നമസ്കാരം. താരസംഘടനയുമായി അകലം പാലിക്കാൻ മോഹൻലാൽ തീരുമാനിച്ചതിന് പിന്നിൽ യുവനടന്റെ ഓഡിയോ സംഭാഷണവും കാരണമായെന്ന് മറുനാടൻ വാർത്ത പുറത്തുവിട്ടിരുന്നു. തീർത്തും മോശക്കാരനാക്കും വിധം മോഹൻലാലിനെ കുറ്റപ്പെടുത്തി യുവനടൻ സംസാരിക്കുന്ന ഓഡിയോയാണ് അമ്മയിലെ ഭാരവാഹിത്വം വേണ്ടെന്ന തീരുമാനത്തിലേക്ക് മോഹൻലാലിനെ എത്തിച്ചതെന്നാണ് വസ്തുത. ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി. ഇതിനിടെ സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ ചെന്നു നിന്നത് സംവിധായകനായ പ്രമുഖ നടനിലേക്കാണ്. എന്നാൽ താരകുടുംബത്തിൽ നിന്നുള്ള സംവിധായകനായ നടനല്ല മോഹൻലാലിനെ വേദനിപ്പിക്കുന്ന പരാമർശം നടത്തിയത്. മോഹൻലാൽ അഭിനയിച്ചിട്ടേ ഇല്ലാത്ത സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങളായിരുന്നു ലാലിനെ വേദനിപ്പിച്ചത്. ഈ സിനിമയിൽ മോഹൻലാലിന്റെ മകനും അഭിനയിച്ചിട്ടില്ല. ചീത്ത വിളിച്ച നടന്റെ ജീവനക്കാരിൽ നിന്നാണ് ഈ സംഭാഷണം സിനിമാ സംഘടനകൾക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സംവിധായകനായ നടന് ഒരു പങ്കുമില്ല. മോഹൻലാലിനെയും മകനെയും തെറ്റായ രീതിയിൽ പറഞ്ഞ നടനും അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. അതിനിടെ ഈ നടൻ അമ്മയുടെ പ്രസിഡന്റായി മത്സരിക്കാൻ കരുക്കൾ നീക്കുന്നതായും സൂചനയുണ്ട്. എന്നാൽ സിനിമാക്കാർക്കിടയിൽ ഒരു പിന്തുണയും ഇല്ലെന്ന തിരിച്ചറിവിൽ കുറച്ചു കാലത്തിനിടെ ഈ നടൻ എത്തിക്കഴിഞ്ഞു. സിനിമാ സംഘടനകളുടെ ഉന്നതർക്ക് കിട്ടിയ നടന്റെ ഓഡിയോയിൽ ലാലിന്റെ മകനെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. ഈ സംഭാഷണം ലാലും കേൾക്കാനിടയായി. ഇങ്ങനെ തന്നെ പരിഹസിക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളേണ്ടതില്ലെന്ന നിലപാടിൽ മോഹൻലാൽ എത്തുകയായിരുന്നു. മോഹൻലാലുമായി ഏറെ അടുത്ത് നിന്ന നടനാണ് സ്വകാര്യ സംഭാഷണത്തിനിടെ ലാലിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചത്. സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിലും മോഹൻലാലിന്റെ മകൻ പ്രണവ് ഒരു കാര്യത്തിലും ഇടപെടാറില്ല. ആരുമായും മത്സരത്തിനും പോകാറില്ല. സൂപ്പർ ഹിറ്റുകളിലെ നായകനാണെങ്കിലും അതിന്റെ ബഹളങ്ങളിലേക്ക് പോലും പ്രണവ് പോകാതെ മാറി നടക്കാറാണുള്ളത്. ഈ സാഹചര്യത്തിൽ മകനെതിരായ നടന്റെ വിമർശനം ലാലിനെ ഏറെ വേദനിപ്പിച്ചു. ഇതുകൊണ്ട് കൂടിയാണ് അമ്മയിൽ നിന്ന് ബ്രേക്ക് എടുക്കാനുള്ള മോഹൻലാലിന്റെ തീരുമാനം. നേരത്തെ നടിയെ ആക്രമിച്ച കേസും വിവാദങ്ങളും ലാലിനെ വേദനിപ്പിച്ചിരുന്നു. അന്നും സ്ഥാനമൊഴിയാൻ സന്നദ്ധനായി. എന്നാൽ മമ്മൂട്ടിയുടെ സ്നേഹനിർദ്ദേശം ലാൽ ഉൾക്കൊണ്ടു. വീണ്ടും അമ്മയുടെ അധ്യക്ഷനായി. ഇനി മമ്മൂട്ടിയുടെ സമ്മർദ്ദം ഉണ്ടായാലും അമ്മയുടെ ഭാരവാഹിയാകാനില്ലെന്ന് മോഹൻലാൽ ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു. ഓഡിയോ കേട്ടവർ ആരും ഇനി മോഹൻലാലിനെ സമ്മർദ്ദത്തിലൂടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഈ മനോവിഷമത്തിനിടയിലാണ് അമ്മ യോഗത്തിൽ ബൈജു സന്തോഷ് ചിലത് പറഞ്ഞത്. ഇതിനോട് പതിവില്ലാത്ത വിധം മോഹൻലാൽ കയർത്തു. ഇത് യോഗത്തിലുള്ളവരെ ഞെട്ടിച്ചു. ഈ വാർത്തയും മറുനാടനാണ് പുറത്തുവിട്ടത്. അമ്മ യോഗത്തിൽ തന്നോട് മോഹൻലാൽ അനിഷ്ടം പ്രകടിപ്പിച്ചുവെന്ന് ബൈജു തന്നെ സമ്മതിക്കേണ്ട അവസ്ഥയും വന്നു. അമ്മയിൽ മോഹൻലാലിന്റെ നിലപാടാണ് ഭാരവാഹി തിരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വനിതാ അംഗത്തെ കൊണ്ടുവരാനും ആലോചനയുണ്ട്. 3 മാസത്തിനകം അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംഘടനയിൽ പ്രാരംഭ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. ഞായറാഴ്ച നടന്ന പൊതുയോഗത്തിൽ പ്രസിഡന്റായി മോഹൻലാൽ തുടരണമെന്നതായിരുന്നു അംഗങ്ങളുടെ പൊതുവികാരം. എന്നാൽ അത് തള്ളിക്കളഞ്ഞാണ് മോഹൻലാൽ നിലപാട് വ്യക്തമാക്കിയത്. ഭരണസമിതിയിലെ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരുടെ രാജിയിലേക്ക് നയിച്ച സാഹചര്യം പൂർണ്ണമായും മാറിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മോഹൻലാലിന്റെ നയപ്രഖ്യാപനം. പുതിയ തലമുറയിലെ അംഗങ്ങൾ നേതൃത്വത്തിലേക്ക് കടന്നു വരണമെന്നും അവർ അധ്യക്ഷ പദവിയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്താണെന്ന് മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഉണ്ണി മുകുന്ദൻ രാജിവെച്ച ട്രഷറർ സ്ഥാനത്തേക്ക് അഡ്ഹോക് കമ്മിറ്റിയിലെ ഒരു അംഗം വരുമെന്നാണ് സൂചന. എന്നാൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് രാജിവെച്ച ഒഴിവിലേക്ക് ഒരു വനിതയെ പരിഗണിക്കണമെന്ന ആവശ്യത്തിന് പൊതുയോഗത്തിലും മികച്ച പിന്തുണ ലഭിച്ചു. എന്നാൽ മോഹൻലാൽ മാറിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥാനങ്ങളിലും മത്സരം ഉറപ്പാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച കുക്കു പരമേശ്വരൻ 27 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. ചിലരെല്ലാം അടുത്ത കാലത്ത് അട്ടിമറി വിജയം നേടി. ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയിലുള്ള വനിതകളായ അൻസിബ ഹസൻ, സറിയ മോഹൻ, അനന്യ, ജോമോൾ എന്നിവരാരും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാനുണ്ടാകില്ലെന്നാണ് വിവരം. സീനിയറായ മറ്റു ചില വനിതാ അംഗങ്ങൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ എത്തിയേക്കുമെന്നാണ് സൂചന. അമ്മയുടെ 31ാമത് വാർഷിക പൊതുയോഗമാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്നത്. 13 വർഷത്തിന് ശേഷം ജഗദീഷ് ശ്രീകുമാറും യോഗത്തിൽ പങ്കെടുത്തു. മമ്മൂട്ടി, ഫഹദ് ഫാസിൽ, പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദൻ, നിവിൻ പോളി, മുകേഷ് തുടങ്ങിയവർ എത്തിയില്ല. പ്രമുഖ യുവ നടന്മാർക്ക് ആർക്കും അമ്മയുടെ താല്പര്യമില്ലെന്ന ചർച്ചയും സജീവമാണ്. നിലവിലെ ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനെ സെക്രട്ടറിയാക്കി അഡ്ഹോക് കമ്മിറ്റി തുടരാനായിരുന്നു ആലോചന. ട്രഷറർ സ്ഥാനത്ത് തുടരാനില്ലെന്ന് ഉണ്ണി മുകുന്ദൻ അറിയിച്ചിരുന്നു. ട്രഷറർ, ജോയിന്റ് സെക്രട്ടറി സ്ഥാനങ്ങൾ സംബന്ധിച്ചും ധാരണയുണ്ടായില്ല. ജനറൽ ബോഡിയിൽ അഡ്ഹോക് കമ്മിറ്റി തുടരുന്നതിൽ അംഗങ്ങളിൽ നിന്നും എതിർപ്പുണ്ടായി. തുടർന്നാണ് ജനാധിപത്യപരമായി തിരഞ്ഞെടുപ്പ് പിന്നീട് നടത്താമെന്ന മോഹൻലാലിന്റെ നിർദ്ദേശം യോഗം അംഗീകരിച്ചത്. പുതിയവർ വരട്ടെയെന്നും അമ്മയിൽ താൻ എപ്പോഴും ഉണ്ടാകുമെന്നും മോഹൻലാൽ യോഗത്തിൽ അറിയിച്ചു. അഡ്ഹോക് കമ്മിറ്റി ഉടൻ യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പ് തീയതിയും നടപടിക്രമങ്ങളും നിശ്ചയിക്കും. മത്സരത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തും. അഡ്ഹോക് കമ്മിറ്റിക്ക് തുടരാവുന്ന കാലാവധി അതിക്രമിച്ച സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്.